പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമ്മുടെ പുതിയ ടോപ്പിക്കിലേക്ക് സ്വാഗതം. അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ 60% കവർ ചെയ്തിരിക്കുകയാണ്. നമ്പർ സീക്വൻസ് ടു ആൾജിബ്രിക് ഫോം വരെ അല്ലേ. നമ്പർ സീക്വൻസ് പഠിച്ചു, അരിത്തമെറ്റിക് സീക്വൻസ് പഠിച്ചു, ദെൻ ചെക്കിംഗ് നമ്പർ, then number of terms, position and terms, last algebraic form. What is meant by algebraic form of the arithmetic sequence? dn plus f minus d, dn plus f minus d. What is the algebraic form of the arithmetic sequence? dn plus f minus d. ഇനി അതിനെ കുറച്ച് ആപ്ലിക്കേഷൻ പ്രോബ്ലംസ് ആണ്. പ്രോബ്ലംസ് തന്നെയാണ് ഈ ടോപ്പിക്കിൽ. കുറച്ച് പ്രോബ്ലംസ്, കുറച്ച് പ്രൂവ് ദാറ്റ്, അങ്ങനെ വരുന്ന കുറച്ച് കേസസ് ആണ്. ക്വസ്റ്റ്യൻ 1 എഴുതുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതുക. പ്രൂവ് ദാറ്റ് ദി അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം, പ്രൂവ് ദാറ്റ് ദി അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം 1/3 ആൻഡ് കോമൺ ഡിഫറൻസ് 1/6. ഫസ്റ്റ് ടേം 1/3, കോമൺ ഡിഫറൻസ് 1/6, contains all natural numbers. ഇവിടെ പറയുന്നത് ഇൻ ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഫസ്റ്റ് ടേം 1/3 ആൻഡ് കോമൺ ഡിഫറൻസ് 1/6 കണ്ടെയ്ൻസ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. ഈ സീക്വൻസിൽ എല്ലാ നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യാനാണ്. ദെൻ ശ്രദ്ധിക്കും എല്ലാവരും. ഫസ്റ്റ് ടേം 1/3, ദെൻ കോമൺ ഡിഫറൻസ് 1/6. ദെൻ ഫസ്റ്റ്ലി ഫൈൻഡ് ഔട്ട് ആൾജിബ്രിക് ഫോം ഓഫ് ദി സീക്വൻസ് ഓർ nth ടേം ഓഫ് ദി സീക്വൻസ്. അപ്പോൾ അൺനോൺ കേസുകളൊക്കെ നമുക്ക് nth ടേം ആക്കി കണ്ടുപിടിക്കാം. എന്തായിരുന്നു nth ടേമിൻ്റെ ഫോർമുല? എന്തായിരുന്നു? dn പ്ലസ് എഫ് മൈനസ് ഡി. പറഞ്ഞട്ടെ, dn പ്ലസ് എഫ് മൈനസ് ഡി. d 1/6 n പ്ലസ് 1/3 മൈനസ് 1/6. 1/3 മൈനസ് 1/6 വർക്കിംഗ് കോളത്തിലേക്ക് കൊണ്ടുപോവുക. സബ്ട്രാക്ഷൻ അറിയാത്തവരുണ്ടെങ്കിൽ വർക്കിംഗ് കോളത്തിൽ കൊണ്ടുപോയി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുക. 1 × 6 6 മൈനസ് 1 × 3 3/6. 3s are 18. That is 3/18. കട്ട് ഷോർട്ട് ചെയ്താൽ 1/6. 1/6 n പ്ലസ് 1/6 എന്ന് കിട്ടി അല്ലേ. 1/6 n പ്ലസ് 1/6. ദെൻ ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ ആണ്. ഫസ്റ്റ് പാർട്ട് ഡിനോമിനേറ്റർ 6, സെക്കൻഡ് പാർട്ട് ഡിനോമിനേറ്റർ 6, ദെൻ /6 കോമൺ ആക്കി എഴുതി n പ്ലസ് 1. nth ടേം ഈക്വൽ ടു n പ്ലസ് 1/6. Then first term of an arithmetic sequence 1/3 and common difference 1/6. Then firstly find nth term of the sequence dn plus f minus d, dn plus f minus d. Substitute, then we get n plus 1/6. Then all natural number contains in the sequence എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. 1, 2, 3 നാച്ചുറൽ നമ്പർ ഇതിലുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതി വെച്ചാൽ മതി. ഇവിടെ ശ്രദ്ധിക്കൂ. പുട്ട് n is equal to which number we get പെർഫെക്റ്റ് നമ്പർ ആയിട്ട് കിട്ടും, ഡിവിസിബിൾ ആയിട്ട് കിട്ടും. നോക്കൂ, n is equal to 5 കൊടുത്താൽ 5 + 1 6, 6/6 1 എന്ന് കിട്ടില്ലേ. n is equal to 5 plus 1/6, 6/6 equal to 1. First natural number 1. Then which number put n is equal to, next എന്താ കൊടുക്കുക? n is equal to 11 അല്ലേ. 11 കൊടുത്താലല്ലേ 11 + 1 12 ആവുള്ളൂ. n is equal to 11. 11 plus 1/6, 12/6 2. 12/6 2. വിച്ച് നമ്പർ നെക്സ്റ്റ് എന്ത് കൊടുക്കും? 17 കൊടുക്കുക അല്ലേ. 6 ഇങ്ങനെ ആഡ് ചെയ്ത് പോയാൽ മതി. 17. n is equal to 17. 17 plus 1/6, 18/6 equal to 3. അപ്പോൾ ഇവിടെ n is equal to 5, 11, 17 up to etc. we get all natural number 1, 2, 3, 4 etc.
The n in the value arithmetic sequence of 5, 11, 17, adding 6 again and again, then 23, 29, and substitute, we get natural numbers 1, 2, 3, 4, etc. n is equal to 5 meaning എന്താണ് fifth term ഈ സീക്വൻസിൻ്റെ fifth term natural number 1, then 11th term natural number 2, 17th term natural number 3, etc. all natural numbers contains in the sequence എന്ന് പറഞ്ഞാൽ എഴുതി വെക്കുക. ശ്രദ്ധിച്ചാൽ മതി. then first term 1/3, common difference 1/6, then nth term equal to dn plus f minus d, then 1/6n plus 1/3 minus 1/6, then subtract, we get n plus 1/6, put n is equal to 5, we get 1, then n is equal to 11, we get 2, n is equal to 17, we get 3. അടിയിൽ എഴുതി വെക്കുക. put n is equal to 5, 11, 17, etc. we get 1, 2, 3, 4, etc. all natural number contains in the sequence. okay. അപ്പോൾ ശ്രദ്ധിക്കുക, ആൾജിബ്രിക് ഫോമാണ്. ഫ്രാക്ഷൻ ആയാലും നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ആൾജിബ്രിക് ഫോം കിട്ടാൻ അറിയണം, ഇല്ലെങ്കിൽ പണി പാളും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Prove that the arithmetic sequence with first term 1/3 and common difference 2/3. First term 1/3 and common difference 2/3 contains all odd numbers but no even number. Contains all odd numbers but no even number. അപ്പോൾ ഫസ്റ്റ് ടേം എത്രയാണ് മക്കളെ? ഫസ്റ്റ് ടേം 1/3 ആണ്. ദെൻ കോമൺ ഡിഫറൻസ് എത്രയാണ്? 2/3 ആണ്. ദെൻ നമുക്ക് ഫസ്റ്റ്ലി ഫൈൻഡ് ഔട്ട് nth ടേം കാൽക്കുലേറ്റ് ചെയ്യണം. nth ടേമിലൂടെയാണ് ഓരോന്നിൻ്റെയും നമ്പർ ഓഫ് ടേംസ് പൊസിഷൻസ് ഒക്കെ കണ്ടുപിടിക്കേണ്ടത്. nth ടേം ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി 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 2/3n പ്ലസ് 1/3 minus 2/3. 2/3n 1/3യിൽ നിന്ന് 2/3 പോയാൽ എത്രയാണ്? -1/3 അല്ലേ? സെയിം ഡിനോമിനേറ്റർ സബ്ട്രാക്ട് ചെയ്യാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ന്യൂമറേറ്റർ സബ്ട്രാക്ട് ചെയ്തു, ഡിനോമിനേറ്റർ അതേപോലെ തന്നെ എഴുതി വെച്ചു. 1 നിന്ന് 2 പോയാൽ -1/3. ദെൻ ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ ആണ് 3, 2n minus 1/3. 2n minus 1/3. 2n minus 1/3. അപ്പോൾ ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഓൾ നാച്ചുറൽ നമ്പർ അല്ല, ഓൾ ഓഡ് നമ്പേഴ്സ് ഒക്കർ ഇൻ ദി സീക്വൻസ്. എല്ലാ ഓഡ് നമ്പർ ഇതിലുണ്ട് എന്ന് പറയുക. പിന്നെ നാച്ചുറൽ ഈവൻ നമ്പർ ഇതില്ല എന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ല, പറയാൻ പറ്റും. ഞാൻ ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാണ് വരേണ്ടത്? 1, 3, 5 എക്സെട്ര അല്ലേ? അപ്പോൾ ദെൻ 1 കിട്ടണമെങ്കിൽ പുട്ട് n is equal to 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ. n is equal to 2. 2 into 2 minus 1/3, 4 minus 1/3, 3/3, 1 എന്ന് കിട്ടി. സെക്കൻഡ് ടേം ഈക്വൽ ടു 1. ദെൻ നെക്സ്റ്റ് n നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? n ഒന്ന് 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി. ആഡിങ് 3 അഗെയിൻ ആൻഡ് അഗെയിൻ. പിന്നെ ഡിനോമിനേറ്റർ ഏതാണ് അതിനെ വെച്ചങ്ങ് ആഡ് ചെയ്യാം. n is equal to 5 കൊടുത്തേ. 2 into 5 minus 1/3, 10 minus 1/3, 9/3, 3. സെക്കൻഡ് ഓഡ് നമ്പർ. ദെൻ n is equal to 8 കൊടുത്തേ. 2 into 8 minus 1/3, 16 minus 1/3, 15/3. എത്ര കിട്ടി? തേർഡ് ഓഡ് നമ്പർ 5 എന്ന് കിട്ടി. തേർഡ് ഓഡ് നമ്പർ 5. Then put n is equal to 2, we get 1. Second term 1. Then put n is equal to 5, we get 3. Put n is equal to 8, we get 5. Then all odd numbers 1, 3, 5 occur in the sequence. Then other number മറ്റു നമ്പേഴ്സ് എന്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? ഈവൻ നമ്പേഴ്സ് ഒക്കർ ചെയ്യാൻ കഴിയില്ല. ഡിനോമിനേറ്റർ അവിടെ 3 ആണ്, കട്ട് ചെയ്ത് പോകുന്നില്ല. ഈവൻ നമ്പേഴ്സ് ഒക്കർ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കെന്ത് പറയാം? ദെൻ n is equal to 2, 5, 8.
etc. we get 1,3,5. Therefore, all odd numbers occur in the sequence but no even numbers എന്ന് എഴുതി വെക്കുക അല്ലേ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 1 കൊടുത്താൽ ഫ്രാക്ഷനാണ് കിട്ടുക, മനസ്സിലായില്ലേ? ദെൻ 3 കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഫ്രാക്ഷനാണ് കിട്ടുക, ക്യാൻസൽ ആവില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ശ്രദ്ധിക്കുക. ബട്ട് ഓൾ ഓഡ് നമ്പേഴ്സ് ഒക്കർ ഇൻ ദി സീക്വൻസ് ബട്ട് നോ ഈവൻ നമ്പേഴ്സ്. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ. ഫസ്റ്റ് ടേം 1/3, കോമൺ ഡിഫറൻസ് 2/3. ഫസ്റ്റ്ലി ഫൈൻഡ് nth ടേം ഓഫ് ദി സീക്വൻസ് dn പ്ലസ് f മൈനസ് d 2/3n പ്ലസ് 1/3 മൈനസ് 2/3. ദെൻ റീഅറേഞ്ച് വി ഗെറ്റ് 2n മൈനസ് 1/3. പുട്ട് n is equal to 2. അപ്പോൾ അത് നിങ്ങൾ ചോദിക്കും, സാർ അതെങ്ങനെ n is equal to 2 ആദ്യം നമുക്ക് കൊടുക്കാൻ പറ്റുക? അത് ഒരു ജസ്റ്റ് ഒരു ഇമാജിനറി കോൺസെപ്റ്റാണ്. കാരണം ന്യൂമറേറ്റർ 3 ഡിനോമിനേറ്റർ 3 വി ഗെറ്റ് 1 അല്ലേ. ദെൻ വിച്ച് നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് n വി ഗെറ്റ് 3. അപ്പോൾ നമ്മൾ ഇമാജിനറി കോൺസെപ്റ്റിൽ 2 × 2 4 മൈനസ് 1 3. അപ്പോൾ പുട്ട് n is equal to 2. പിന്നെ ദെൻ ആഡിങ് 3 അഗെയിൻ ആൻഡ് അഗെയിൻ. 3 ആഡ് ചെയ്തു, 5 കൊടുത്തു, 3 ആഡ് ചെയ്തു, 8 കൊടുത്തു, അങ്ങനെ. എന്നിട്ട് നമുക്കൊരു കൺക്ലൂഷൻ ആയിട്ട് എഴുതി വെക്കുക. n is equal to 2, 5, 8 etc. we get 1, 3, 5 etc. all odd numbers occur in the sequence but no even numbers എന്ന് എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. ആൾജിബ്രിക് ഫോമിൻ്റെ ചെറിയ ആപ്ലിക്കേഷൻസ് കേസസ് ആണിത്. ഈ ആപ്ലിക്കേഷൻ കേസ് ഇമ്പോർട്ടൻ്റ് ആണോ ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേന്ന് ചോദിച്ചാൽ അല്ല. ചെയ്ത് പഠിക്കണം, പ്രാക്ടീസ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കുക. Prove that the squares of all the terms of arithmetic sequence, prove that the squares of all the terms of the arithmetic sequence 4, 7, 10 etc. 4, 7, 10 etc. belongs to the sequence 4, 7, 10 etc. belongs to the sequence. എന്താ ഇവിടെ പറയുന്നത്? prove that the square of all terms of the arithmetic sequence, ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ എല്ലാ ടേംസിൻ്റെയും സ്ക്വയർ ഈ സീക്വൻസിൽ ഉണ്ട് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ നമ്പറിൻ്റെ സ്ക്വയർ എടുത്തിട്ട് 4 സ്ക്വയർ 16 അത് ചെക്ക് ചെയ്യുക, 7 സ്ക്വയർ 49 ചെക്ക് ചെയ്യുക, 10 സ്ക്വയർ 100 ചെക്ക്, ആ ചെക്കിങ് വേണ്ട. ദെൻ എല്ലാ ടേംസിനെയും പറയുമ്പോൾ നമുക്ക് കോമൺലി ഒരു ടേം എന്താക്കി എടുക്കുക? nth ടേം ആക്കി എടുക്കാം. ദെൻ ഇതിൻ്റെ nth ടേം കാൽക്കുലേറ്റ് ചെയ്യാം. nth ടേം പറഞ്ഞോളൂ. nth ടേം എന്തായിരുന്നു? dn പ്ലസ് എഫ് മൈനസ് ഡി. എല്ലാത്തിലും ഞാനിത് എഴുതുന്നുണ്ട്. പ്രാക്ടീസായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെൻ്റലി ചെയ്യാനും പറ്റും കേട്ടോ. പ്രാക്ടീസ് ആവണം, ചെയ്ത് പഠിക്കണം, നിരന്തരം ചെയ്യണം. സാധാരണ ചെയ്യുന്നത് പോലെയല്ല, നിരന്തരം എഴുതി പഠിക്കണം കേട്ടോ. അപ്പോൾ കോമൺ ഡിഫറൻസ് എത്രയാണ് മക്കളെ? 3n പ്ലസ് 4 മൈനസ് 3 3n പ്ലസ് 1. nth ടേം എന്താ? 3n പ്ലസ് 1. ഇനി സ്ക്വയർ ഓഫ് nth ടേം, nth ടേമിൻ്റെ സ്ക്വയർ കാണാം. 3n പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഇത് ഏത് ഐഡൻറ്റിറ്റിയാണ്? 3n പ്ലസ് 1 ഹോൾ സ്ക്വയർ a പ്ലസ് ബി ഹോൾ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യാം. എന്താ മക്കളെ? a പ്ലസ് ബി ഹോൾ സ്ക്വയർ ഐഡൻറ്റിറ്റി 8th പഠിച്ചത്, ഐഡൻറ്റിറ്റീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ. a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് വൃത്തിയായിട്ട് അങ്ങ് പറഞ്ഞേക്കുക. a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, ഓർമ്മയിൽ ഉണ്ടാവില്ല, ഓർമ്മയിൽ വരണം കേട്ടോ. അപ്പോൾ എൻ്റെ പ്ലേസിൽ 3n, ബീൻ്റെ പ്ലേസിൽ 1. 3n ഹോൾ സ്ക്വയർ പ്ലസ് 2 × 3n × 1 പ്ലസ് 1 സ്ക്വയർ 9n സ്ക്വയർ പ്ലസ് 6n പ്ലസ് 1. 9n സ്ക്വയർ പ്ലസ് 6n പ്ലസ് 1 ആണ് സ്ക്വയർ നമ്പർ. സ്ക്വയർ നമ്പർ 9n സ്ക്വയർ പ്ലസ് 6n പ്ലസ് 1 ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, nth ടേം എന്ന് പറഞ്ഞാൽ ഒരു നമ്പറാണത്, 3n പ്ലസ് 1. ആ nth ടേം അല്ല നമുക്കതിൽ പ്രൂവ് ചെയ്യേണ്ടത്, സ്ക്വയർ ഓഫ് എനി ടേം. ഏതൊരു ടേമിൻ്റെയും സ്ക്വയർ ഒക്കർ ഇൻ ദി സീക്വൻസ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ nth ടേമിൻ്റെ സ്ക്വയർ കിട്ടി 9n സ്ക്വയർ പ്ലസ് 6n പ്ലസ് 1. ഇതൊരു നമ്പറായിട്ട് സങ്കല്പിക്കുക, സപ്പോസ് ചെയ്യുക നമ്പർ.
നമുക്കെങ്ങനെയായിരുന്നു നമ്പർ ഒരു ടേമിൽ സീക്വൻസിൽ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ പഠിച്ചത്, അല്ലെങ്കിൽ ചെക്കിങ് എങ്ങനെയാണ് പഠിച്ചത്? നമ്പർ മൈനസ് ഫസ്റ്റ് ടേം ബൈ സി ഡി, ഇറ്റ് ഈസ് ഡിവിസിബിൾ, ഇറ്റ് ഈസ് എ ടേം. അപ്പോൾ ഇതൊരു നമ്പറാണ്, ഒരു സിംഗിൾ നമ്പർ ആക്കി എടുക്കുക. 9n² പ്ലസ് 6n പ്ലസ് 1 ഈസ് എ നമ്പർ, സ്ക്വയർ നമ്പറാണ്, ഏതൊരു നമ്പറിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് 9n² പ്ലസ് 6n പ്ലസ് 1 നമ്പർ ആക്കി എടുക്കുക. നമ്പർ മൈനസ് ഫസ്റ്റ് ടേം ബൈ സി ഡി കണ്ടുപിടിച്ച് നോക്കുക. 9n² പ്ലസ് 6n പ്ലസ് 1 ഒരു നമ്പറാണ്. മൈനസ് 4 സബ്ട്രാക്ട് ചെയ്തു, കോമൺ ഡിഫറൻസ് 3. 9n² പ്ലസ് 6n, 1 എന്ന് 4 പോയാൽ മൈനസ് 3 ഡിവൈഡഡ് ബൈ 3. ദെൻ 9, 6, 3 എല്ലാം ഡിവിസിബിൾ ആണല്ലോ, 3 കൊണ്ട് ഡിവിസിബിൾ ആണല്ലോ. എങ്ങനെ ഡിവൈഡ് ചെയ്താൽ കിട്ടുക? 3n² പ്ലസ് 2n മൈനസ് 1, ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 3. ദെയർഫോർ ഓൾ സ്ക്വയർ നമ്പേഴ്സ് ഒക്കർ ഇൻ ദി സീക്വൻസ്, എല്ലാ സ്ക്വയർ നമ്പറും ഈ സീക്വൻസിലുണ്ട് എന്ന് പ്രൂവ് ചെയ്യാം. ഇപ്പോൾ ശ്രദ്ധിക്കുക, nth term of the given sequence 3n plus 1, then square of nth term equal to 3n plus 1 all square. Convert in identity using identity a plus b all square. Then 3n² plus 2 into 3n into 1 plus 1 square. 9n² plus 6n plus 1 is the square number. ഇതൊരു നമ്പർ ആക്കി സപ്പോസ് ചെയ്യാം. Then number minus first term by CD. 9n² plus 6n, 1 minus 4 minus 3 divided by 3. All terms, ന്യൂമറേറ്റേഴ്സിനെ 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഓൾ ടേംസിനെ 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. കംപ്ലീറ്റ് ടേമിന് 3 കൊണ്ട് ഡിവിസിബിൾ ആവണം, നല്ല ഡിവിസിബിൾ എന്ന് പറയുള്ളൂ. അല്ലാണ്ട് ഇവിടെ ഒരു ടേം ഡിവിസിബിൾ അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ കേട്ടോ. ദെയർഫോർ സ്ക്വയർ നമ്പേഴ്സ് ഒക്കർ ഇൻ ദി സീക്വൻസ്. ഇനി വെറുതെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 4ൻ്റെ സ്ക്വയർ എത്രയാണ് മക്കളെ? 16. 16 ഈ സീക്വൻസിലുണ്ടോ എന്ന് നോക്കുക. നമ്പർ 16 മൈനസ് ഫസ്റ്റ് ടേം ബൈ സി ഡി 12 by 3 4, ഇറ്റ് ഈസ് ഡിവിസിബിൾ. 16 ഈസ് എ ടേം. 7ൻ്റെ സ്ക്വയർ എത്രയാണ്? 49. 49 മൈനസ് 4 by 3 45 by 3, ഇറ്റ് ഈസ് ഡിവിസിബിൾ, ഇറ്റ് ഈസ് എ ടേം. 10ൻ്റെ സ്ക്വയർ എത്രയാണ് മക്കളെ? 100. 100 minus 4 by 3 96 by 3, that is 32, it is divisible. 100 is a term. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഓൾ സ്ക്വയർ നമ്പേഴ്സ് ഒക്കർ ഇൻ ദി സീക്വൻസ്. ഇത് ചെക്കിംഗ് ആണ്, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. 4ൻ്റെ സ്ക്വയർ 16 ഇൻ ദി സീക്വൻസ്. 7² 49 is a term of the sequence. 100 is a term of the sequence. അതിൻ്റെ കോൺസെപ്റ്റ് ഇതാണ്. ആൾജിബ്രിക് ഫോമിലൂടെ സ്ക്വയറിങ് എടുത്ത് നമ്പർ ചെക്കിങ് ചെയ്യാം. സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, nth ടേം കാൽക്കുലേറ്റ് ചെയ്ത് nth ടേമിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് ഇവിടെ നമ്മൾ പഠിച്ചിരിക്കുന്നത്. മെയിനായിട്ടുള്ള പ്രോബ്ലംസ് ആണ്. എല്ലാ ഇമ്പോർട്ടൻറ്റ് കേസുകളൊക്കെ നമുക്കിവിടെ പ്രാക്ടീസ് ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. Write the whole numbers in the arithmetic sequence. WHOLE, whole numbers. Write the whole numbers in the arithmetic sequence. 11 by 8, 14 by 8, 17 by 8. 11 by 8, 14 by 8, 17 by 8, etc. Do they form an arithmetic sequence? Do they form an arithmetic sequence? എന്താ ഇവിടെ പറയുന്നത്? Write the whole numbers in the arithmetic sequence 11 by 8, 14 by 8 and 17 by etc. Do they form an arithmetic sequence? ഈ സീക്വൻസിൽ വരുന്ന ഹോൾ നമ്പേഴ്സിൻ്റെ സീക്വൻസ് കണ്ടുപിടിക്കണം. ദാറ്റ് സീക്വൻസ് AS ഓർ നോട്ട് എന്നാണ് വെരിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഇതിൽ ഓൾ നമ്പർ സീക്വൻസ് കാണാതെ കംപ്ലീറ്റ് അങ്ങോട്ട് എഴുതി ഉണ്ടാക്കാനാവോ? ഒരു മിനിമം ഒരു സീക്വൻസ് വെരിഫൈ ചെയ്യണമെങ്കിൽ 3 ടേംസ് എങ്കിലും മിനിമം വേണം. നമുക്ക് എന്ത് ചെയ്തു? nth ടേം അഥവാ ആൾജിബ്രിക് ഫോം കണ്ടുപിടിക്കുക. dn പ്ലസ് f മൈനസ് d ആൾജിബ്രിക് ഫോം കണ്ടുപിടിച്ചിട്ട് വെരിഫൈ ചെയ്യാം.
ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയാണ് മക്കളെ പറഞ്ഞോളി? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് ടേം സബ്ട്രാക്റ്റ് ചെയ്യുക. 14/8 മൈനസ് 11/8 എത്ര കിട്ടി? 3/8. ഞാൻ ആൾജിബ്രിക് ഫോം എഴുതാണ്. 3/8n പ്ലസ് 11/8 മൈനസ് 3/8. 3/8n പ്ലസ് 8/8. 3/8n പ്ലസ് 8/8 അല്ലേ? ഇനി ഞാൻ എന്ത് എഴുതി നോക്കൂ. ഇവിടെ നമുക്ക് പല കേസിലും വേണം എഴുതാം. 3n പ്ലസ് 8/8 എന്ന് എഴുതാം. ഇതിൽ കൂടെ 3n പ്ലസ് 8/8 സിമ്പിളായിട്ട് എഴുതാമല്ലോ. വളരെ വൃത്തിയായിട്ട് എഴുതാം. കണ്ടുപിടിച്ചൂടെ? അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. 3n പ്ലസ് 8/8. അപ്പോൾ ചോദിക്കും സാർ ഇതെന്താ 8/8 1 ആക്കി എഴുതി കൂടെ? 3/8n പ്ലസ് 1 അതും എഴുതാം. അത് നമ്മളൊരു ടെക്നിക്കൽ അനുസരിച്ചിട്ട്, ഒരു ഐഡിയ അനുസരിച്ചിട്ട്, ഒരു പ്രാക്ടിക്കൽ മൈൻഡ് അനുസരിച്ചിട്ട് എഴുതുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. വേറെ ഉദ്ദേശമൊന്നുമില്ല കേട്ടോ. വൃത്തിയായിട്ട് ഇങ്ങനെ എഴുതി വെച്ചു. അപ്പോൾ ഇവിടെ നോക്കാം നമുക്ക് എങ്ങനെയൊക്കെയാണ്. അപ്പോൾ 3n പ്ലസ് 8/8 എന്ന് എഴുതാം. അല്ലെങ്കിൽ 3n പ്ലസ് നോക്കുക 3/8n പ്ലസ് 1 ഏത് വേണമെങ്കിലും എഴുതാം. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. 11/8, 14/8, 17/8 എക്സെട്ര. ദെൻ ഇതിൽ വരുന്ന ഹോൾ നമ്പർ സീക്വൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. സീക്വൻസിനെ കണ്ടിന്യൂ ആയിട്ട് എഴുതി ഉണ്ടാക്കാൻ കഴിയില്ല, ഒരു ദിവസം മുഴുവൻ പിടിക്കും. ദെൻ ഫസ്റ്റ്ലി ഫൈൻഡ് ഔട്ട് 10th ടേം അഥവാ ആൾജിബ്രിക് ഫോം. ദെൻ കോമൺ ഡിഫറൻസ് 3/8, 3/8n പ്ലസ് 11/8 മൈനസ് 3/8. dn പ്ലസ് എഫ് മൈനസ് ഡി, dn പ്ലസ് എഫ് മൈനസ് ഡി കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഇവിടെ n ആണ് ഡിനോമിനേറ്റേഴ്സ്. പുട്ട് n ഈക്വൽ ടു 8 കൊടുക്കുക. വേറെ എന്ത് കൊടുത്തിട്ടും ഡിനോമിനേറ്റർ അവിടെ ക്യാൻസൽ ആവില്ല. ഡിനോമിനേറ്റർ ഓൾ നമ്പർ കിട്ടണ്ടേ? ദെൻ പുട്ട് n ഈക്വൽ ടു 8 കൊടുത്തു. 3 × 8 പ്ലസ് 8/8 ഇൻറ്റു ഇതാണോ ആഡ് ചെയ്യുക, ഇതാണോ ഇൻറ്റു ഇതാണ് ആഡ് ചെയ്യുക. 3 8s are 24. 24 പ്ലസ് 8/8 32/8 4. Put n is equal to 8. We get first whole number 4 എന്ന് കിട്ടി. ഇനി n-ന് ഏതായിരിക്കും വാല്യൂ പുട്ട് ചെയ്യേണ്ടി വരിക? 9 കൊടുത്തിട്ട് കാര്യമുണ്ടോ? 11, 12, 13, 14 ഏത് കൊടുത്തിട്ടാണ് കാര്യമുള്ളത്? അടുത്തത് 16 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 8 or മൾട്ടിപ്പിൾ ഓഫ് 8 കൊടുത്താലേ അവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. 8 or മൾട്ടിപ്പിൾ ഓഫ് 8. ദെൻ n is equal to 16 കൊടുത്തോളൂ. 3 × 16 പ്ലസ് 8/8. 316. 48 പ്ലസ് 8/8 56/8 7. 16th ടേം കണ്ടുപിടിച്ചത് 7 എന്ന് കിട്ടി. അത് 7 ഈസ് ദി സെക്കൻഡ് ഹോൾ നമ്പർ. രണ്ടാമത് കിട്ടുന്ന ഹോൾ നമ്പർ 7 ആണ്. അപ്പോൾ n is equal to 8. സെക്കൻഡ് മൾട്ടിപ്പിൾ 16. തേർഡ് മൾട്ടിപ്പിൾ ആരാ? 24. n is equal to 24 കൊടുക്കുക. 3 × 24 പ്ലസ് 8/8. 3 × 24 എത്രയാണ് മക്കളെ? 72. 72 പ്ലസ് 8/8 80/8 10 എന്ന് കിട്ടി. അപ്പോൾ എങ്ങനെയാ ഹോൾ നമ്പർ സീക്വൻസ്? 4, 7, 10 അല്ലേ? 4 എന്ന് പറയുന്നത് ഈ ഫ്രാക്ഷൻ സീക്വൻസിലെ 8th ടേം. ദെൻ 7 എന്ന് പറയുന്നത് ഫ്രാക്ഷൻ സീക്വൻസിലെ 16th ടേം. ദെൻ 24th ടേമാണ് 10. അതിനെ ഓർഡറിലാക്കി ന്യൂ സീക്വൻസ് ഫോം ചെയ്തു. 4, 7, 10. മിനിമം 3 ടേംസ് കാൽക്കുലേറ്റ് ചെയ്യുക. 4, 7, 10 ഈസ് എൻ AS ഓർ നോട്ട്? യെസ്, ഇറ്റ് ഈസ് എൻ AS. കോമൺ ഡിഫറൻസ് 3. ഹോൾ നമ്പർ സീക്വൻസ് ഈസ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് കോമൺ ഡിഫറൻസ് 3. കറക്റ്റ് ആണല്ലോ? അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു ഫ്രാക്ഷൻ, ഇത് വളരെ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഫ്രാക്ഷൻ സീക്വൻസ് തന്നിട്ട് ആൾജിബ്രിക് ഫോം കാൽക്കുലേറ്റ് ചെയ്യുക. അല്ലാതെ ആ സീക്വൻസ് കംപ്ലീറ്റ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ടേംസ് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല.
അങ്ങനെ അതിൻ്റെ ഓൾജിബ്രിക് ഫോം കണ്ടു. 3/8n പ്ലസ് 11/8 മൈനസ് 3/8, 3/8n പ്ലസ് 8/8, 3n പ്ലസ് 8/8. Put n is equal to 8. Denominator 8 ആണ്. Then substitute multiple of 8. 8 or multiple of 8. n is equal to 8, we get 4. n is equal to 24, we get 10. n is equal to 16, we get 7. Then all number sequence 4, 7, 10, etc. is an arithmetic sequence. Common difference 3. അപ്പോൾ ഇതാണ്, ഇത്രയും കാര്യങ്ങളാണ് ആൾജിബ്രിക് ഫോമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻ്റെ കേസ്. ആൾജിബ്രിക് ഫോമിലുള്ള ആപ്ലിക്കേഷൻ വരുന്ന ഒരു കേസാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എല്ലാം ആൾജിബ്രിക് ഫോമിലൂടെ വെരിഫൈ ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം വാല്യൂസ് എന്നിന് വാല്യൂ കൊടുക്കുന്നതനുസരിച്ച് ടേമാണ് കിട്ടുക. ഇപ്പോൾ 10 is equal to 1 ഫസ്റ്റ് ടേം, n is equal to 10 10th ടേം, n is equal to 20 20th ടേം, n is equal to 100 100th ടേം. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, സാർ അങ്ങനെയാണ് ടേം കാണാൻ നമുക്ക് ആൾജിബ്രിക് ഫോം കണ്ട് ചെയ്തുകൂടെ? ചെയ്യാം, അത് കറക്റ്റായി. ഇപ്പോൾ ഒരു സീക്വൻസ് നിന്ന് ഫൈൻഡ് 20th ടേം കാണണമെങ്കിൽ ആൾജിബ്രിക് ഫോം കണ്ടിട്ട് n is equal to 20 കൊടുക്കുക. ഓരോരുത്തർ ഐഡിയ അങ്ങനെ മൈൻഡിൽ വന്നുകൊണ്ടിരിക്കണം കേട്ടോ. അടുത്ത സൈഡ് ഹെഡിങ് എഴുതി വെക്കുക, സംസ് ആൻഡ് ടേംസ്. സംസ് ആൻഡ് ടേംസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്, സംസ് ആൻഡ് ടേംസ്. അപ്പോൾ നേരത്തെ ചെയ്തത് ആൾജിബ്രിക് ഫോമിൻ്റെ ബാലൻസ് പാർട്ടാണ്, അത് കറക്റ്റ് ചെയ്തു. അതിൻ്റെ ആപ്ലിക്കേഷൻ 3 പ്രോബ്ലംസ് ചെയ്തു. ഇനി വരുന്നത് നമുക്ക് സംസ് ആൻഡ് ടേംസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്, പിന്നെ ലാസ്റ്റ് ഒരു ടോപ്പിക്കും കൂടി സംസ് എന്ന് പറഞ്ഞിട്ട് അതോടുകൂടി ചാപ്റ്റർ ഫിനിഷ് ചെയ്യണം. അപ്പോൾ സംസ് ആൻഡ് ടേംസ് സൈഡ് ഹെഡിങ് എഴുതുക. ഇനി അതിൻ്റെ കുറച്ചൊരു പ്രൂവ് ദാറ്റ് കേസുകളാണ്. ഒരു ചെറിയ ചെറിയ പ്രൂവ് ദാറ്റ് കുറച്ച് പ്രോബ്ലംസ് കഴിഞ്ഞാൽ നമുക്ക് ആ ടോപ്പിക്ക് ഫിനിഷ് ചെയ്തു. ഇവിടെ ശ്രദ്ധിക്കുക, ഒരു മാജിക്കാണ്. മാജിക്ക് 3, 5, 7 എക്സെട്ര അല്ലേ, 3, 5, 7 എക്സെട്ര. ദെൻ ആർ 3 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ആണ് അല്ലേ. അപ്പോൾ ഇതിനൊരു മാജിക്ക് നോക്കൂ. 3യും 7ഉം ആഡ് ചെയ്താൽ എത്രയാണ്? 3 + 7 10. 10ൻ്റെ ഹാഫ് എത്രയാണ്? 5 അല്ലേ, 5 അല്ലേ കിട്ടുന്നത്. 4, 8, 12 എക്സെട്ര. 4ഉം 16 ആഡ് ചെയ്താൽ എത്രയാണ്? 4ഉം 12 ആഡ് ചെയ്താൽ എത്രയാണ്? 16. 16ൻ്റെ ഹാഫ് എത്ര? 8. 5, 10, 15 എക്സെട്ര. 5ഉം 15 ആഡ് ചെയ്താൽ 20. 20യുടെ ഹാഫ് എത്ര? 10. അപ്പോൾ ഇതിലൊരു മാജിക്ക് നമുക്ക് കണ്ടുപിടിച്ചു അല്ലേ. എന്താണ്? any 3 consecutive terms of an AS, middle number equal to half the sum of first and third. In any arithmetic sequence, 3 consecutive terms of an arithmetic sequence, middle number equal to half the sum of first and third. ഇതൊന്ന് പ്രൂഫ് കാണിച്ചു കൊടുക്കണ്ടേ? എഴുതി വെക്കുക. Prove that 3 consecutive terms of an AS, 3 consecutive terms of an AS, middle number equal to half the sum of first and third. Half the sum of first and third. അപ്പോൾ സീക്വൻസിലൂടെ നമ്പറിലൂടെ നമുക്കതിനെ പ്രൂഫ് കാണിച്ചു. ഇനി അതിനെ വേരിയബിൾസിലൂടെ നമുക്ക് കാണിച്ചു കൊടുക്കണം, പ്രൂഫ് കാണിച്ചു കൊടുക്കണം അല്ലേ. ഞാൻ എന്ത് എഴുതോ? അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ 3 ടേംസിന് മിഡിൽ നമ്പർ ഈക്വൽ ടു ഹാഫ് ദി സം ഓഫ് ഫസ്റ്റ് ആൻഡ് തേർഡ് എന്നല്ലേ പറയുന്നത്. മിഡിൽ നമ്പർ ഞാൻ എന്താക്കി എടുത്തു? എ എന്നെടുത്തു. മിഡിൽ നമ്പർ എ. കൺസിഡർ മിഡിൽ നമ്പർ ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് എ. അതിന് തൊട്ടപ്പുറത്ത് എന്തായിരിക്കും വരിക? എ പ്ലസ് ഡി. റൈറ്റോട്ടാണ് എ പ്ലസ്, ലെഫ്റ്റോട്ടാണ് എ മൈനസ്, റൈറ്റോട്ടാണ് എ പ്ലസ്, ലെഫ്റ്റോട്ടാണ് എ മൈനസ്. അടിയിൽ എഴുതി വെക്കുക. കൺസിഡർ എ മൈനസ് ഡി കോമ എ കോമ എ പ്ലസ് ഡി ആർ 3 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് എൻ AS. കൺസിഡർ എ മൈനസ് ഡി കോമ എ കോമ എ പ്ലസ് ഡി ആർ 3 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് എൻ AS. എ മൈനസ് ഡി എ പ്ലസ് ഡി എന്ത് വന്ന്? മിഡിൽ നമ്പർ എ ആക്കി എടുത്തപ്പോൾ റൈറ്റോട്ടാണ് എ പ്ലസ്, ലെഫ്റ്റോട്ടാണ് എ മൈനസ്, റൈറ്റോട്ടാണ് എ പ്ലസ്, ലെഫ്റ്റോട്ടാണ് എ മൈനസ്.
ഇനി നമുക്ക് എന്ത് ചെയ്യാം? സമ്മ ചെയ്യാം അല്ലേ? സമ്മ ചെയ്ത് നോക്കൂടെ? ഫസ്റ്റ് ആൻഡ് തേർഡ് സമ്മ ചെയ്യാം. എ മൈനസ് ഡി പ്ലസ് എ പ്ലസ് ഡി. ഡി ഡി ക്യാൻസൽ ചെയ്ത് 2a. 2a ഹാഫ് എടുക്കുക. എത്ര കിട്ടി? എ. എ ഈസ് ദി മിഡിൽ നമ്പർ. എ ഈസ് ദി മിഡിൽ നമ്പർ. എ ഈസ് ദി മിഡിൽ നമ്പർ. കിട്ടിയല്ലോ. ഇതാണ് ഒരു പ്രൂഫ്. ഇനി ഇവിടെ നോക്കുക. എ കോമ ബി കോമ സി ആർ 3 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് എൻ എ എസ്. എ കോമ ബി കോമ സി. എ കോമ ബി കോമ സി ആർ 3 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് എൻ എ എസ്. ദെൻ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ബി ഈസ് ഈക്വൽ ടു എ പ്ലസ് സി ബൈ 2 എന്നാണ് എടുക്കേണ്ടത്. പ്രൂവ് ചെയ്യേണ്ടത് എ പ്ലസ് സി ഫസ്റ്റ് ആൻഡ് തേർഡ് പ്ലസ് ചെയ്തു ബൈ 2 ആണ് മിഡിൽ നമ്പർ. ദെൻ എ കോമ ബി കോമ സി ആർ 3 കോൺസിക്യൂട്ടീവ് ടേംസ് ആണെങ്കിൽ ബി മൈനസ് എ ഈക്വൽ ടു സി മൈനസ് ബി ആയിരിക്കുമല്ലോ. കോമൺ ഡിഫറൻസ് രണ്ടിൻ്റെതാ. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഈക്വൽ ടു തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം. കോമൺ ഡിഫറൻസ് കാണാൻ പഠിച്ചിട്ടുണ്ട്. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം, ഫോർത്ത് ടേം മൈനസ് തേർഡ് ടേം, ഫിഫ്ത്ത് ടേം മൈനസ് ഫോർത്ത് ടേം. അപ്പോൾ നമുക്ക് എന്താ പറയുക? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബി മൈനസ് എ ഈക്വൽ ടു തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം സി മൈനസ് ബി. ഞാൻ എന്ത് ചെയ്തെന്നറിയോ? ഇവിടെ ആ ബീനെ അങ്ങോട്ട് കൊണ്ടുവന്നു. ബി 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 പ്ലസ് മൈനസ് ബി ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ബി, മൈനസ് എനെ റൈറ്റോട്ട് കൊണ്ടുപോയി സി പ്ലസ് എ. ബി 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 2b. സി പ്ലസ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് സി തന്നെയാണ്. ബി is equal to എ പ്ലസ് സി ബൈ 2. മിഡിൽ ടേം ഈക്വൽ ടു എ പ്ലസ് സി ബൈ 2. ഇത് രണ്ടും ഇത് കുറച്ച് സിമ്പിളായിട്ട് ഇതൊരു ഐഡിയയിലൂടെ കണ്ടുപിടിച്ചു. രണ്ടും എഴുതി വെക്കുക, രണ്ടും പഠിക്കുക. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? എ കോമ ബി കോമ സി ആർ 3 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് എൻ എ എസ്. ബി മൈനസ് എ ഈക്വൽ ടു സി മൈനസ് ബി. കോമൺ ഡിഫറൻസ് ആർ ഈക്വൽ ആണ്. പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ബി മൈനസ് എ ഈക്വൽ ടു സി മൈനസ് ബി. ബി ബി ലെഫ്റ്റ്, എ സി റൈറ്റ്. ബി ബി 2b, സി പ്ലസ് എ പ്ലസ് സി, ബി സി ഈക്വൽ ടു എ പ്ലസ് സി ബൈ 2. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ക്രൈറ്റീരിയ ആണ്. എന്താണ് ഇതിൻ്റെ പ്രോബ്ലമാണ് വരിക. പ്രൂഫ് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല, പക്ഷേ മനസ്സിലാക്കി വെക്കണം. ഇൻ എനി 3 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് മിഡിൽ നമ്പർ ഈക്വൽ ടു ഹാഫ് ദി സം ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്. മിഡിൽ നമ്പർ ഈക്വൽ ടു ഹാഫ് ദി സം ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്. അതാണ് ഫസ്റ്റ് പ്രൂഫ്, ഇന്നത്തെ ഫസ്റ്റ് പ്രൂഫ്. ഇനി സെക്കൻഡ് മാജിക്ക് നോക്കുക എല്ലാവരും. 3, 5, 7 അല്ലേ? അരിത്തമെറ്റിക് സീക്വൻസ് 3, 5, 7. ഇത് ഞാൻ 3 നമ്പേഴ്സ് ആഡ് ചെയ്യുകയാണ്. 3 + 5 + 7 എത്ര കിട്ടി? 8, 15 കിട്ടി. 5 മിഡിൽ നമ്പറിൻ്റെ എത്ര ടൈംസ് ആണ്? 15. 3 ടൈംസ് ആണ്. 3 × 5 ആണ് 15. അടുത്തത് 7, 10, 13 ആഡ് ചെയ്യുക. 7 + 10 17, 17 + 13 30, 30. 10ൻ്റെ എത്ര ടൈംസ് ആണ്? 3 ടൈംസ് ആണ്. 10 × 3 ആണ് 30. നെക്സ്റ്റ് വരുന്നത് 8, 30, 15. 8, 15, 22 എക്സെട്ര ആഡ് ചെയ്യുക. എത്ര വരുന്നത്? 30, 45 ആണ് സം ചെയ്താൽ. അത് മിഡിൽ നമ്പർ ആരാ? 15. 15ൻ്റെ എത്ര ടൈംസാണ്? 45, 3 ടൈംസ്. അപ്പോൾ ഇതിൽ നിന്നൊരു കേസ് നമുക്ക് പഠിക്കാമല്ലോ. സം ഓഫ് എനി 3 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് എൻ എ എസ് 3 ടൈംസ് ദി മിഡിൽ നമ്പർ എന്ന് പറഞ്ഞാട്ടെ. സം ഓഫ് എനി 3 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് എൻ എ എസ് 3 ടൈംസ് ദി മിഡിൽ നമ്പർ. സെക്കൻഡ് പ്രൂഫ് എഴുതി വെച്ചാട്ടെ. prove that sum of any 3 consecutive terms of an AS 3 times the middle number. Sum of any 3 consecutive terms of an AS 3 times the middle number. മെയിനായിട്ടുള്ള 3 പ്രൂഫാണ്. 4 പ്രൂഫാണ്. ആ 4 പ്രൂഫ് പഠിക്കണം.
ഇവിടെ നോക്കുക, അതിൻ്റെ എക്സാമ്പിൾസ് പ്രോബ്ലം ആണത്, പ്രൂഫാണ് ഇവിടെ കാണിക്കുന്നത്. മിഡിൽ നമ്പർ എ എന്ന് എടുക്കുക, എ പ്ലസ് ഡി റൈറ്റ്, എ മൈനസ് ഡി ലെഫ്റ്റ്. കൺസിഡർ, പ്രൂഫ് എഴുതി വെക്കുക, കൺസിഡർ മിഡിൽ നമ്പർ എ 3 ടേംസ് ആർ എ മൈനസ് ഡി എ എ പ്ലസ് ഡി. കൺസിഡർ മിഡിൽ നമ്പർ എ, കോമൺ ഡിഫറൻസ് ഡി എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, കോമൺ ഡിഫറൻസ് ഡി 3 ടേംസ് ആർ എ മൈനസ് ഡി എ എ പ്ലസ് ഡി. സം ചെയ്യുക, എ മൈനസ് ഡി പ്ലസ് എ പ്ലസ് ഡി. 1D കട്ട്, 1D കട്ട്. എ പ്ലസ് എ 2a പ്ലസ് എ 3a എന്ന് പറഞ്ഞാൽ ആരാണ്? 3 ടൈംസ് ദി മിഡിൽ നമ്പർ. അപ്പോൾ രണ്ടാമത്തെ പ്രൂഫ് എന്താണ്? ഇൻ എനി 3 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് 3 ടൈംസ് ദി മിഡിൽ നമ്പർ എന്ന് പറഞ്ഞാട്ടെ. ഇൻ എനി 3 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് 3 ടൈംസ് ദി മിഡിൽ നമ്പർ. 3 ടൈംസ് ദി മിഡിൽ നമ്പർ. ഓക്കെ. തേർഡ് ഒരു മാജിക്ക്, അത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞിട്ടാണ്, മാജിക്ക് പറഞ്ഞിട്ടാണ് പ്രൂഫിലേക്ക് കിടക്കുന്നത്. അപ്പോൾ 2 പ്രൂഫായ. തേർഡ് 2, 4, 6, 8, 10. How many terms? 5 terms. എത്ര ടേംസ് ഉണ്ട്? 5 ടേംസ്. ഇനി സം ചെയ്യാം. 2 + 4 6, 6 + 6 12, 12 + 8 20, 20 + 10 30. മിഡിൽ നമ്പർ ആരാ? 6. 6ൻ്റെ എത്ര ടൈംസാ? 30. 5 ടൈംസ്. 6ൻ്റെ എത്ര ടൈംസാ? 5 ടൈംസ്. അടുത്തത് 3, 8, 13, 18, 23. ആഡിങ് 5 again and again. ആഡ് ചെയ്യുക. 11 + 13 24, 24 + 18 42, 42 + 23 65. 13ൻ്റെ എത്ര ടൈംസാ? 5 ടൈംസ് 65. അപ്പോൾ അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കുക? ഇൻ എനി 5 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ്, സം ഓഫ് 5 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് 5 ടൈംസ് ദി മിഡിൽ നമ്പർ. പറഞ്ഞൂടെ? 5 ടൈംസ് ദി മിഡിൽ നമ്പർ. 3 ടേംസ് ആകുമ്പോൾ 3 ടൈംസ് ദി മിഡിൽ നമ്പർ. 5 നമ്പേഴ്സ് 5 ടൈംസ് ദി മിഡിൽ നമ്പർ. 7 നമ്പേഴ്സ് 7 ടൈംസ് ദി മിഡിൽ നമ്പർ. 9 നമ്പേഴ്സ് 9 ടൈംസ് ദി മിഡിൽ നമ്പർ. അപ്പോൾ ചോദിക്കും, സാറേ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇത് 10 നമ്പർ ആണെങ്കിലോ? 10ന് മിഡിലില്ല. മിഡിലുള്ള നമ്പർ ഏത് മാത്രമേ ഉള്ളൂ? ഓഡ് നമ്പേഴ്സിനെ മിഡിലുണ്ടാവുള്ളൂ, അല്ലേ? ഒരു ബെഞ്ചിൽ 3 പേരിയ്ക്കുമ്പോൾ മിഡിൽ നമ്പർ ആരാണ്ട് ഒരാൾ 4 പേര് ഇരുന്ന മിഡിൽ ഉണ്ടാവുമോ? ഇല്ല. ഓഡ് നമ്പേഴ്സിൻ്റെ കാൽക്കുലേഷനാണ് ഇവിടെ വരുന്നത്. ഈവണിന് വേറൊരു കേസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. സെക്കൻഡ് പ്രൂഫ് നമ്മൾ കഴിഞ്ഞു. സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് 3 ടൈംസ് മിഡിൽ നമ്പർ. തേർഡ് പ്രൂഫ് എഴുതുക. തേർഡ് പ്രൂഫ്, പ്രൂവ് ദാറ്റ് sum of 5 consecutive terms of an AS is 5 times the middle number. Prove that sum of 5 consecutive terms of an AS is 5 times the middle number. അപ്പോൾ ഞാൻ മിഡിൽ നമ്പർ എന്താക്കിയെടുത്തു? എ. കോമൺ ഡിഫറൻസ് എന്താക്കിയെടുത്തു? ഡി. റൈറ്റോട്ടാണ് എ പ്ലസ് ഡി, എ പ്ലസ് 2d. ലെഫ്റ്റോട്ടാണ് എ മൈനസ് ഡി, എ മൈനസ് 2d. മിഡിൽ നമ്പർ എ എടുക്കുമ്പോൾ റൈറ്റിൽ 2 ടേം എഴുതാണ്ട്, ലെഫ്റ്റിൽ 2 ടേം എഴുതാണ്ട്. റൈറ്റോട്ടാണ് പ്ലസ്, ലെഫ്റ്റോട്ടാണ് മൈനസ്, റൈറ്റോട്ടാണ് പ്ലസ്, ലെഫ്റ്റോട്ടാണ് മൈനസ്. അത്രേ പരിപാടിയുള്ളൂ. ഇനി ഇതിപ്പോൾ 5 ടേംസായി. ഇതെല്ലാം കൂടി ആഡ് ചെയ്യണം. എ മൈനസ് 2d പ്ലസ് എ മൈനസ് ഡി പ്ലസ് എ പ്ലസ് ഡി പ്ലസ് എ പ്ലസ് 2d. a plus a 2a, 2a plus a 3a, 3a plus a 4a, 4a plus a 5a. Then minus 2d plus 2d cut, minus 1d plus 1d cut, that is 5a. 5 times the middle number. അടിയിൽ എഴുതി വെച്ചാൽ 5 times the middle number. അപ്പം 3 പ്രൂഫായി. 3 പ്രൂഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൂഫ് എന്ന് പറഞ്ഞാൽ പ്രോബ്ലമാണ് ഇമ്പോർട്ടൻ്റ്. എന്താണ്?
ഫസ്റ്റ് എന്താണ്? എ കോമ ബി കോമ സി ആർ 3 consecutive terms of an AS. B is equal to A plus C by 2. Then second എന്താണ്? Sum of 3 consecutive terms of an AS is 3 times the middle number. Third എന്താണ്? Sum of 5 consecutive terms is 5 times the middle number. ഇനി നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കാം? 7 terms of an arithmetic sequence sum equal to 7 times middle number. 9 terms 9 times middle number. 11 terms 11 times middle number. 13 terms 13 times middle number. Okay? Very good. ഇനി അടുത്തതൊരു സംശയമാണ്. സാറേ 4 terms ആണെങ്കിൽ എന്ത് ചെയ്യാം നോക്കാം. നോക്കിക്കോളൂ. 2, 4, 6, 8. നിങ്ങളെ സംശയം ഞാൻ തന്നെ പറഞ്ഞിട്ട് ഞാൻ തന്നെ അത് ക്ലിയർ ചെയ്യാം. 2, 4, 6, 8. നോക്ക്. 2ഉം 8ഉം ആഡ് ചെയ്താൽ എത്രയാ? 10. 4ഉം 6ഉം ആഡ് ചെയ്താൽ എത്രയാ? 10 അല്ലേ? 5, 10, 15, 20. 5 + 20 എത്രയാ? 25. 10 + 15 എത്രയാ? 25. 7, 10, 13, 16. 7 + 16 എത്രയാ? 23. 10 + 13 എത്രയാ? 23. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇൻ എനി 4 consecutive terms of an AS, sum of end terms equal to sum of middle term. For any 4 consecutive terms of an AS, sum of end term equal to sum of middle term. Sum of end term, sum of middle term. Sum of end term, sum of middle term. Sum of end term, sum of middle term. Okay? അടുത്ത നാലാമത്തെ പ്രൂഫ് എഴുതി വെക്കുക. Prove that 4 consecutive terms of an AS, sum of end term equal to sum of middle term. Prove that 4 consecutive terms of an arithmetic sequence, sum of end terms equal to sum of middle terms. ഇവിടെ 4 consecutive termsൽ മിഡിൽ നമ്പർ എ ഒന്നും എടുക്കാനില്ല, കാരണം 4ന് മിഡിൽ ഇല്ല, അതുകൊണ്ട് ബേജാറൊന്നും വേണ്ട. ഫസ്റ്റ് നമ്പർ എ, കോമൺ ഡിഫറൻസ് ഡി. 4 terms ആരാ? എ കോമ എ പ്ലസ് ഡി, എ പ്ലസ് 2d, എ പ്ലസ് 3d. 4 consecutive terms എഴുതി. ആഡിങ് ഡി അഗെയിൻ ആൻഡ് അഗെയിൻ. എ പ്ലസ് ഡി, എ പ്ലസ് 2d, എ പ്ലസ് 3d. ദെൻ സം ഓഫ് എൻഡ് ടേം ചെയ്യുക. സം ഓഫ് എൻഡ് ടേം ഈക്വൽ ടു എ പ്ലസ് 3d, എ 2a പ്ലസ് 3d. അവിടെ വെച്ചു. സം ഓഫ് മിഡിൽ ടേം ചെയ്യാം. എ പ്ലസ് ഡി, എ പ്ലസ് 2d, എ പ്ലസ് ഡി, എ പ്ലസ് 2d, എ 2a, 1d 2d 3d, 1d 2d 3d, 2a plus 3d, 2a plus 3d. Sum of end term equal to sum of middle term. അപ്പോൾ 4 പ്രൂഫായല്ലോ. സം ഓഫ് എൻഡ് ടേം ഈക്വൽ ടു സം ഓഫ് മിഡിൽ ടേം. 4 consecutive terms of an arithmetic sequence, sum of middle term equal to sum of end term. ഈ 4 പ്രൂഫ് മനസ്സിലാക്കി വെക്കുക. ഫസ്റ്റ് എ കോമ ബി കോമ സി ആർ 3 consecutive terms of an AS, middle number equal to a plus c by 2, sum of first and last by 2. Then sum of 3 consecutive terms of an AS 3 times the middle number. അടുത്തത് sum of 5 consecutive terms of an AS 5 times the middle number. Next, then 4 consecutive terms, sum of end term equal to sum of middle term. Sum of end term, sum of middle term. Sum of end term, sum of middle term. Sum of end term, sum of middle term. അതിനെല്ലാത്തിനും എക്സാമ്പിൾസ് അടക്കം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ടാണ് പ്രൂഫ് എഴുതുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ആ 4 കേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് മനസ്സിലാക്കി വെക്കണം. അതിലൊന്ന് 2 പ്രോബ്ലം നമുക്കൊന്ന് ചെയ്ത് ഈ ടോപ്പിക്ക് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, ശ്രദ്ധിച്ചാൽ മതി. ഒന്ന് അവസാനിപ്പിക്കാം. എഴുതി വെക്കുക. റൈറ്റ് 3 arithmetic sequences with 30 as the sum of first 5 terms. 30 as the sum of first 5 terms.
അപ്പോൾ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് 30 കിട്ടണം. 5 നമ്പർ സീക്വൻസ് 5 ടേംസ് വരാൻ പാടുള്ളൂ. ഒരു 3 സീക്വൻസ് എഴുതാനാണ് പറഞ്ഞത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സം ഓഫ് 5 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 5 ടൈംസ് ദി മിഡിൽ നമ്പർ. അപ്പോൾ അതിൽ നിന്ന് മിഡിൽ നമ്പർ കണ്ടുപിടിച്ചൂടെ? മിഡിൽ നമ്പർ ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ്. അതായത് സം ഓഫ് 5 ടേംസ് ആണ് 30 അല്ലേ? സം ഓഫ് 5 ടേംസ് ആണെന്ത് 30 എന്ന് പറയുന്നത്. സം ഓഫ് 5 ടേംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചത്? സം ഓഫ് 5 ടേംസ് ഈക്വൽ ടു 5 ടൈംസ് മിഡിൽ നമ്പർ. സം ഓഫ് 5 ടേംസ് ഈക്വൽ ടു 5 ടൈംസ് മിഡിൽ നമ്പർ. അപ്പോൾ മിഡിൽ നമ്പർ എങ്ങനെ കാണാം? സം ഡിവൈഡഡ് ബൈ 5 6 ആണ് മിഡിൽ നമ്പർ വരിക. സം ഓഫ് 5 ടേംസ് ഈക്വൽ ടു 30 ആണെങ്കിൽ മിഡിൽ നമ്പർ വരിക 6. സം ഓഫ് 5 ടേംസ് 40 ആണെങ്കിൽ മിഡിൽ നമ്പർ 8. 40 ബൈ 5 8. സം ഓഫ് 5 ടേംസ് 50 ആണെങ്കിൽ മിഡിൽ നമ്പർ എത്ര വരിക? 50 ബൈ 5 10. അപ്പോൾ മിഡിൽ നമ്പർ കാണാനുള്ള ഒരു കേസ് എന്താണ്? സം ഓഫ് ടേംസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ്. എഴുതി വെച്ചോളൂ, അവിടെ എവിടെയെങ്കിലും എഴുതി വെച്ചോളൂ. മിഡിൽ നമ്പർ ഈക്വൽ ടു സം ഓഫ് ടേംസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ്. ഏതിന് കേസിലെ മിഡിൽ നമ്പർ ഉണ്ടാവുള്ളൂ? ഓഡ് നമ്പറിൻ്റെ കേസിലെ മക്കളെ മിഡിൽ നമ്പർ ഉണ്ടാവത്തുള്ളൂ. അപ്പം മിഡിൽ നമ്പർ 6 മാത്രമേ വരാൻ പറ്റുള്ളൂ, വേറൊന്നും വരാൻ പാടില്ല. കോമൺ ഡിഫറൻസ് ഏതും വരുന്ന ഒരു 3 സീക്വൻസ് ഉണ്ടാക്കാം. ഞാൻ കോമൺ ഡിഫറൻസ് ഫസ്റ്റത്തേന് 2 ആക്കിയെടുത്തു. റൈറ്റോട്ട് 8 10, ലെഫ്റ്റോട്ട് 4 2 2 4 6 8 10. അടുത്ത കോമൺ ഡിഫറൻസ് 3 ആക്കിയെടുത്തു. 9 12, ഇവിടെ 3 0. അടുത്ത കോമൺ ഡിഫറൻസ് 5 ആക്കിയെടുത്തു. 11 16, മൈനസ് ചെയ്താൽ 1 1 5 പോയാൽ -4. ഇതിലെല്ലാം സം ചെയ്ത് നോക്ക്. സം 30 വരുള്ളൂ. കാരണം എന്താ? 2 + 4 6 12 18 20 20 + 10 30. then 0 അല്ലേ? 0 3 9 18 30. -1 4 -3, ഇവിടെ 3 ആയി. 14 + 16 30. എന്താ കാരണം? മിഡിൽ നമ്പർ 6 ആണ്. 6 × 5 എത്ര വന്നു? 30 ആണ് വരിക. വളരെ കോൺസെപ്റ്റ്, ആ പ്രൂഫിൻ്റെ കോൺസെപ്റ്റിലൂടെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്തത്. സം ഓഫ് 5 ടേംസ് ഈക്വൽ ടു 5 ടൈംസ് മിഡിൽ നമ്പർ. മനസ്സിലാക്കി വെച്ചേ? സം ഓഫ് 5 ടേംസ് ഈക്വൽ ടു 5 ടൈംസ് മിഡിൽ നമ്പർ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സം ഓഫ് 5 ടേംസ് എഴുതി. സീക്വൻസ് മിഡിൽ ടേം ഒരിക്കലും ചേഞ്ച് ആവില്ല. എന്തുകൊണ്ടാണ് ചേഞ്ച് ആവാത്തത്? സം ഓൾറെഡി 30 ആണ്. സം മാറുന്നതിനനുസരിച്ച് മിഡിൽ ടേം മാറുള്ളൂ. ഇനിയിപ്പോൾ ഒരാൾ സം 40 പറഞ്ഞു, ദെൻ മിഡിൽ നമ്പർ ഈക്വൽ ടു 40 ബൈ 5 8 വെച്ചിട്ട് സീക്വൻസ് ഉണ്ടാക്കണം. കോമൺ ഡിഫറൻസ് ചെയ്തു ആക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ? സെറ്റപ്പ് ചെയ്ത് പഠിക്കുക വളരെ വൃത്തിയായിട്ട്. ആ പ്രൂഫിൻ്റെ ആപ്ലിക്കേഷനാണേ. ദി ഫസ്റ്റ് ടേം ഓഫ് എൻ AS1, ഫസ്റ്റ് ടേം ഓഫ് എൻ AS1 ആൻഡ് സം ഓഫ് ഫസ്റ്റ് 4 ടേംസ് 100. ഫസ്റ്റ് ടേം 1 ആണ്. സം ഓഫ് ഫസ്റ്റ് 4 ടേംസ് 100. സം ഓഫ് ഫസ്റ്റ് 4 ടേംസ് എന്താണ്? 100 ആണ് കിട്ടുന്നത്. അപ്പോൾ 4 ടേം ഉണ്ടെങ്കിൽ 1 2 3 4. ഫസ്റ്റ് ടേം 1 ആണ്. സം ഓഫ് ഫസ്റ്റ് 4 ടേംസ് 100 ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് കോൺസിക്യൂട്ടീവ് 4 ടേംസ് ഓഫ് എൻ AS സം ഓഫ് എൻഡ് ടേം ഈക്വൽ ടു സം ഓഫ് മിഡിൽ ടേം ആയിരിക്കും. എൻഡ് ടേമും മിഡിൽ ടേമിൻ്റെ സം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ 4 ടേമിൻ്റെ സം എന്താണ്? 100 ആണ്. അപ്പോൾ എൻഡ് ടേം എത്ര വരും? 50 വരും. മിഡിൽ ടേം എത്ര വരും? 50 വരും. സം ഓഫ് എൻഡ് ടേം ഈക്വൽ ടു സം ഓഫ് മിഡിൽ ടേം. എൻഡ് ടേം ഈക്വൽ ടു മിഡിൽ ടേം. എൻഡ് ടേം ഈക്വൽ ടു മിഡിൽ ടേം. എൻഡ് ടേം 50, മിഡിൽ ടേം 50. എൻഡ് ടേം 50, മിഡിൽ ടേം 50. എൻഡ് ടേം 50, മിഡിൽ ടേം 50. അങ്ങനെയാണെങ്കിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ടേം 1 ആണ്. അപ്പോൾ ലാസ്റ്റ് ടേം എത്ര വരിക? 49. 49ഉം 1ഉം അല്ലേ 50 വരുന്നത്. ഫസ്റ്റ് ടേം 1ഉം 4th ടേം 49ഉം കിട്ടി.
അപ്പോൾ നമ്മൾ പഠിച്ചില്ലേ, ഫസ്റ്റ് ടേമും ഫോർത്ത് ടേമും തന്നിട്ടുണ്ട്. അപ്പോൾ കോമൺ ഡിഫറൻസ് എത്ര വരിക? ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് 1D 2D 3D 3D ഈക്വൽ ടു 49 മൈനസ് 1 48. 3D is equal to 48. D is equal to 48 by 3 16. 1 plus 16 17. 17 plus 16 33. എന്താ മുമ്പ് പഠിച്ചത് നമ്മൾ യൂസ് ചെയ്തു. ലാർജർ പൊസിഷൻ മൈനസ് സ്മോളർ പൊസിഷൻ. ഫോർത്ത് പൊസിഷൻ ഫസ്റ്റ് പൊസിഷൻ, ഫോർത്ത് പൊസിഷൻ ഫസ്റ്റ് പൊസിഷൻ. x1 ഈക്വൽ ടു 1, x4 ഈക്വൽ ടു 49, 3D ഈക്വൽ ടു 48, D is equal to 16. ആഡിങ് 16 again and again. അപ്പോൾ ഏതൊക്കെ കോൺസെപ്റ്റ് അതിൽ വന്നത്? 4 consecutive terms of an AS, sum of end term equal to sum of middle term, sum of end term equal to sum of middle term. ആ കോൺസെപ്റ്റിൽ 1ഉം 49, 1 ഓൾറെഡി ഇവിടെ തന്നത് കൊണ്ടാണ് നമുക്ക് 49 അവിടെ എഴുതാൻ പറ്റിയത്. ഇവിടെ 2 ആണെങ്കിൽ 48, 3 ആണെങ്കിൽ 47, 10 ആണെങ്കിൽ 40, 11 ആണെങ്കിൽ 39. അങ്ങനെ സം ഓഫ് 50 കിട്ടണം. 50/50, 50/50, 100/2 ആണ് 50/50 ആയിട്ട് വരുന്നത്. ദെൻ ഫസ്റ്റ് ടേം 1, ഫോർത്ത് ടേം 49, ഡിഫറൻസ് കണ്ടു 3D, ദെൻ കോമൺ ഡിഫറൻസ് 16, ആഡിങ് 16 again and again. പഠിച്ച കോൺസെപ്റ്റും യൂസ് ചെയ്യണം, പഴയ കോൺസെപ്റ്റും യൂസ് ചെയ്യണം. 2 കോൺസെപ്റ്റാണ് വരുന്നത് കേട്ടോ. അടുത്തത് write the 4 arithmetic sequence, write the 4 arithmetic sequence with 100 as sum of the first 4 terms. വേറൊന്നും പറഞ്ഞില്ല. write the 4 arithmetic sequence with 100 as sum of the first 4 terms. 100 ആണ് sum of the first 4 terms. വേറൊന്നും പറഞ്ഞില്ല. ഫസ്റ്റ് ടേമും ഇല്ല, സെക്കൻഡ് ടേമും ഇല്ല, തോന്നിയതെടുക്കുക. ഏതും എടുക്കുക, ഫസ്റ്റ് ടേമിന് സെക്കൻഡ് ടേം ഏത് വേണം എടുക്കുക, ഒരു കുഴപ്പമില്ല, നോ പ്രോബ്ലം. നമുക്കറിയാം സം ഓഫ് 4 ടേംസ് 100 ആണെങ്കിൽ എൻഡ് ടേമിൻ്റെ സം എത്രയായിരിക്കും? 50. സം ഓഫ് എൻഡ് ടേം 50, സം ഓഫ് മിഡിൽ ടേം 50. സം ഓഫ് എൻഡ് ടേം 50, സം ഓഫ് മിഡിൽ ടേം 50 ആണ് വരിക. മിഡിൽ ടേം 50 വരുന്നത് എനിക്ക് എങ്ങനെ ഉണ്ടാക്കുക? 20 30 ഉണ്ടായിക്കൂടെ? 10 40 ഉണ്ടായിക്കൂടെ? 25 25 ഉണ്ടായിക്കൂടെ? പുറത്ത് 2 ടേം പിന്നെ കാണണം, അതിപ്പോൾ വേറെ നോക്കാം. കോമൺ ഡിഫറൻസ് കണ്ടെങ്കിൽ ചെയ്താൽ മതിയല്ലോ. പിന്നെ വേറെ പറയും 15 35. ഇത് 4 സീക്വൻസ് ഉണ്ടാക്കാം. നോക്കൂ, സം ഓഫ് എൻഡ് ടേം 50 50, മിഡിൽ ടേം 50 50 50 50. എൻഡ് ടേം കണ്ടുപിടിക്കണം. 20 30 ആണ് കോൺസിക്യൂട്ടീവ് ടേംസ് ആണ്, സെക്കൻഡും തേർഡും ആണ്. കോമൺ ഡിഫറൻസ് കാണാം, തേർഡ് മൈനസ് സെക്കൻഡ് ആണ്. കോമൺ ഡിഫറൻസ് 10 വരും. 30 + 10 40, 20 - 10 10. ശരിയല്ലേ? ഏതാ സീക്വൻസ്? 10, 20, 30, 40, 10, 20, 30, 40. സം ഓഫ് എൻഡ് ടേം 50, സം ഓഫ് മിഡിൽ ടേം 50, സം ഓഫ് 4 ടേംസ് 100. അടുത്ത സെക്കൻഡ് ടേം 10, തേർഡ് ടേം 40, ദെൻ കോമൺ ഡിഫറൻസ് 40 - 10 എത്രയാ? 30 ആണ് കോമൺ ഡിഫറൻസ്. റൈറ്റ് ഔട്ട് ആണ് പ്ലസ്, ലെഫ്റ്റ് ഔട്ട് ആണ് മൈനസ്. 10 30 മൈനസ് ചെയ്താൽ -20 ആണ് മക്കളെ കിട്ടുക. ഓക്കെ, -20. ഇതെല്ലാം കൂടി സം ചെയ്താൽ 100. -20 70 ആഡ് ചെയ്താൽ 50. ദെൻ അടുത്തത് 25 25 ആണ്. കോമൺ ഡിഫറൻസ് 0, റൈറ്റ് ഔട്ട് 0 20 ആഡ് ചെയ്തു, ലെഫ്റ്റ് ഔട്ട് 20. അപ്പോൾ 25 25 25 25. കോമൺ ഡിഫറൻസ് 0. അടുത്ത 15, സെക്കൻഡ് ടേം 15 ആണ്. തേർഡ് ടേം 35 ആണ്. തേർഡ് മൈനസ് സെക്കൻഡ് 35 - 15 20 ആണ്. റൈറ്റ് ഔട്ട് പ്ലസ് 55, ലെഫ്റ്റ് ഔട്ട് -20 ഇങ്ങോട്ട് മൈനസ് ചെയ്താൽ -5. 4 അല്ല 40 അല്ല 45 അല്ല 500 അല്ല 4000 അല്ല സീക്വൻസ് ഉണ്ടാക്കുക. എന്താണ് കോൺസെപ്റ്റ്? എന്താണ്? സം ഓഫ് എൻഡ് ടേം ഈക്വൽ ടു സം ഓഫ് മിഡിൽ ടേം, സം ഓഫ് എൻഡ് ടേം ഈക്വൽ ടു സം ഓഫ് മിഡിൽ ടേം, സം ഓഫ് എൻഡ് ടേം ഈക്വൽ ടു സം ഓഫ് മിഡിൽ ടേം. ഉണ്ടോ? എൻഡ് ടേമിന് കാണുന്നതിനെക്കാളും കുറച്ചുകൂടി സുഖം മിഡിൽ ടേം സമ്മ് കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചത് ഇന്നത്തെ ടോപ്പിക്കിൽ എന്താ വരുന്നത്? ആൾജിബ്രിക് ഫോമിൻ്റെ ഒരു 3
ആപ്ലിക്കേഷൻസ്. നെക്സ്റ്റ് സംസ് ആൻഡ് ടേംസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ 4 പ്രൂഫിൽ ഫസ്റ്റ് ഇൻ എനി അരിത്തമാറ്റിക് സീക്വൻസ് 3 consecutive terms of an AS, middle number equal to half the sum of first and last. Then sum of 3 consecutive terms of an AS 3 times the middle number. Sum of 5 consecutive terms equal to 5 times the middle number. Then sum of 7 consecutive terms 7 times middle number. Sum of 9 consecutive terms 9 times middle number. ആ രണ്ടും നിങ്ങൾ ഹോംവർക്കായി ചെയ്യാം. ഏത്? സം ഓഫ് 7 consecutive terms 7 times middle number. സം ഓഫ് 9 consecutive terms 9 times middle number. മിഡിൽ നമ്പർ എ എടുക്കുമ്പോൾ a + d, a + 2d, a + 3d, a - d, a - 2d, അങ്ങനെ ലെഫ്റ്റ് ടു റൈറ്റ് ആക്കി ടേംസ് കണ്ട് ചെയ്താൽ മതി. Then in any 4 consecutive terms of an AS, end term equal to middle term. Sum of end term equal to middle term. Sum of end term equal to middle term. ഇനി ഒരു കോൺസെപ്റ്റ് കൂടി പറയുകയാണ്, നോക്കി. 2, 4, 6, 8, 10 ഇപ്പം ചെയ്യുന്നില്ല, നമുക്ക് പിന്നീടോ ചെയ്യുന്നുള്ളൂ. 10, 12, 6 ടേംസ് വരുമ്പോൾ നോക്കിക്കോളിയാ. 2 + 12 എത്ര? 14. 4 + 10 14. 6 + 8 14 ഉണ്ടല്ലേ. എൻഡ് ടേം, then second and fifth, third and fourth, first and sixth, first and sixth, second and fifth, third and fourth. ശരിയല്ലേ? അടുത്ത് നോക്കൂ. 5, 10, 15, 20, 25, 30. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്, അതായത് ഫസ്റ്റ് ആൻഡ് സിക്സ്ത്ത്, സെക്കൻഡ് ആൻഡ് ഫിഫ്ത്ത്, തേർഡ് ആൻഡ് ഫോർത്ത്. ശരിയാണോ നോക്ക്. 5 + 30 35, 10 + 25 35, 15 + 20 35. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഫസ്റ്റ് പ്ലസ് സിക്സ്ത്ത്, സെക്കൻഡ് പ്ലസ് ഫിഫ്ത്ത്, തേർഡ് പ്ലസ് ഫോർത്ത്. അതാണ് 6 ടേംസിൽ വരുന്നത് കേട്ടോ. ഓർത്തണേ. ഇപ്പോൾ 3 പെയേഴ്സ് ആക്കിയിട്ട് എടുക്കുക. 3 പെയേഴ്സ് ഏതൊക്കെയാണ്? 3 പെയേഴ്സ് ഫസ്റ്റ് ആൻഡ് സിക്സ്ത്ത്, സെക്കൻഡ് ആൻഡ് ഫിഫ്ത്ത്, തേർഡ് ആൻഡ് ഫോർത്ത്, ഫസ്റ്റ് ആൻഡ് സിക്സ്ത്ത്, സെക്കൻഡ് ആൻഡ് ഫിഫ്ത്ത്, തേർഡ് ആൻഡ് ഫോർത്ത്, തേർഡ് ആൻഡ് ഫോർത്ത്, സെക്കൻഡ് ആൻഡ് ഫിഫ്ത്ത്, ഫസ്റ്റ് ആൻഡ് സിക്സ്ത്ത്, ഫസ്റ്റ് ആൻഡ് സിക്സ്ത്ത്. ഒരെണ്ണം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. 3, 6, 9, 12, 15, 18. നോക്കൂ. ഫസ്റ്റ് ആൻഡ് സിക്സ്ത്ത് 21, സെക്കൻഡ് ആൻഡ് ഫിഫ്ത്ത് 21, തേർഡ് ആൻഡ് ഫോർത്ത് 21. അപ്പോൾ 6 ടേംസിൻ്റെ എങ്ങനെയാണ് വരേണ്ടത്? ഫസ്റ്റ് ആൻഡ് സിക്സ്ത്ത്, സെക്കൻഡ് ആൻഡ് ഫിഫ്ത്ത്, തേർഡ് ആൻഡ് ഫോർത്ത്, ഫസ്റ്റ് ആൻഡ് സിക്സ്ത്ത്, സെക്കൻഡ് ആൻഡ് ഫിഫ്ത്ത്, തേർഡ് ആൻഡ് ഫോർത്ത്. ഓക്കെ. 4 ടേംസിൽ സം ഓഫ് എൻഡ് ടേം ഈക്വൽ ടു സം ഓഫ് മിഡിൽ ടേം. അപ്പോൾ ഇത്രയും കോൺസെപ്റ്റാണ് ഇതിലുള്ളത്. ഇതിൻ്റെ ബാലൻസ് ഒരു 3 പ്രോബ്ലംസും സംസിൻ്റെ ഒരു കേസാണ്. 1 or 2 പാർട്ടോട് കൂടിയിട്ട് നമുക്കിത് ഫിനിഷ് ചെയ്യും. വളരെ വൃത്തിയായിട്ട് ചെയ്ത് പഠിക്കുക. ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.